പ്രയോഗിക്കാനുള്ള ബുദ്ധിശക്തിയും വേണം. അത് നിനക്കുണ്ട്. ഒരു നല്ല യോദ്ധാവാകാനുള്ള എല്ലാ ലക്ഷണങ്ങളും നിന്നിൽ ഞാൻ കാണുന്നു. ഞാൻ നിന്നെ അജയ്യനായ ഒരു വില്ലായം വീരനാക്കി തീർന്നു. ഒരു നല്ല വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കണം എന്ന് ദ്രോണസൂഹത്തിന്റെയും മേധാശക്തിയുടെയും കാര്യത്തിൽ നാരായണമേനോൻ അതീവ സമ്പന്നനായിരുന്നു. ആ ഉത്സാഹത്തിന്റെയും മേധാശക്തിയുടെയും ചിന്തകൾ കൊണ്ട് മാത്രം വളർന്നു വലുതായി നമ്മൾ എല്ലാവരുടെയും നിരവധി ശിഷ്യന്മാർ ഉൾപ്പെട്ട സമൂഹത്തിന്റെയും പ്രീതി ബഹുമാനങ്ങൾ സമാർജിക്കാൻ കഴിഞ്ഞ ആളാണ് ശ്രീമാൻ നാരായണമേനോൻ. SSLC പ്രശസ്തമായ നിലയിൽ പാസായെങ്കിലും ഉപരിപഠനത്തിന് പോകാൻ കഴിയാതെ കഴിച്ചുകൂട്ടിയിരുന്ന കാലത്ത് അദ്ദേഹം മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ താമസിക്കുന്നിടത്ത് വരുമായിരുന്നു. ഇസ്ലാം പരീക്ഷയ്ക്ക് വേണ്ട പുസ്തകങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വായിക്കും ചർച്ച ചെയ്യും. ഇസ്ലാം പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടത്ര പ്രാവീണ്യം എനിക്കും ശക്തിയായിരിക്കും. എന്റെ സഹായത്തേക്കാൾ ഉപരി സ്വന്തം അത്യുത്സാഹം കൊണ്ട് എന്ന് തന്നെ പറയട്ടെ, ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അദ്ദേഹം ഇസ്ലാം പരീക്ഷ പാസാക്കുകയും 18-ാമത്തെ വയസ്സിൽ ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപക ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അക്കാലത്ത് അധ്യാപകന്മാർക്ക് BA, MA തുടങ്ങിയ പരീക്ഷകൾക്ക് പ്രൈവറ്റായിട്ട് എഴുതാൻ അനുവാദമുണ്ടായിരുന്നു. ഇന്നിപ്പോ ഒരു റെസ്ട്രിക്ഷനും കൂടാതെ ഏത് പരീക്ഷകൾക്ക് വേണമെങ്കിലും എഴുതാൻ യൂണിവേഴ്സിറ്റികൾ അനുവദിക്കാറുണ്ട്. ഞാനും മിസ്റ്റർ നാരായണമേനോനും അങ്ങനെ പ്രൈവറ്റായി MA പരീക്ഷ എഴുതി ജയിച്ചവരാണ്. 1955 ഞാൻ MAക്ക് എഴുതിയപ്പോ റെഗുലർ ക്ലാസ്സിൽ പഠിച്ചിരുന്ന 10 പേരും ഞങ്ങൾ പ്രൈവറ്റായിട്ട് എഴുതിയ 2 പേരും ഉൾപ്പെടെ 12 പേരുണ്ടായിരുന്നു. അതിന് 11 പേര് പാസ്സായി. ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ONV കുറുപ്പിനും MK സാനുവിനുമായിരുന്നു. ഞാൻ 11ാമത്തെ ആളായി ഏറ്റവും പിശുവായിട്ട് 3rd ക്ലാസ്സിലാണ് പാസ്സായത്. എന്താ മാസ്റ്റേ ക്ലാസ് കിട്ടാമെന്ന് സുഹൃത്തുക്കൾ പലരും ചോദിച്ചപ്പോ അതോ പ്രൈവറ്റായിട്ട് എത്ര നമ്പന്മാർ എഴുതിയതും അവർ ക്ലാസ് കൊടുക്കില്ലേ എന്ന് വീണ്ടും പറഞ്ഞ് അഭിമാനം രക്ഷിക്കാൻ വൃഥാ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ പ്രൈവറ്റായി തന്നെ MA പരീക്ഷയ്ക്ക് എഴുതിയ നാരായണമേനോനാകട്ടെ 1ാം ക്ലാസ്സിൽ 1ാം റാങ്കോടെയാണ് പാസ്സായത്. ബോംബെ യൂണിവേഴ്സിറ്റിയിൽ MA കോഴ്സ് തുടങ്ങിയിട്ട് ആദ്യ ക്ലാസ്സിൽ തന്നെ MA പരീക്ഷയ്ക്ക് എഴുതിയ മഹാദേവ ഗോവിന്ദ റാനഡെയുടെ ഉത്തരക്കടലാസ് പരിശോധിച്ച വെള്ളക്കാരൻ പ്രൊഫസർ അലക്സാണ്ടർ ഗ്രാൻഡ് അത്ഭുതപ്പെടുകയും ആ ഉത്തരക്കടലാസുകൾ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് മാതൃക ഉത്തരക്കടലാസുകൾ എന്ന നിലയ്ക്ക് വായിക്കാൻ വേണ്ടി അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സംഭവത്തെ അനുസരിപ്പിക്കുമാറ് നാരായണമേനോൻ MA പരീക്ഷയ്ക്ക് എഴുതിയ ഉത്തരക്കടലാസുകൾ പരീക്ഷകന്മാരെ വിസ്മയാധീനരാക്കിയതായി ആളിലേക്ക് പറഞ്ഞു കേട്ടിരുന്നു. പ്രൈവറ്റുകാരനാണെങ്കിലും നാരായണമേനോൻ അർഹതപ്പെട്ട റാങ്ക് നിഷേധിക്കാൻ പരീക്ഷകന്മാരിൽ ആർക്കും ധൈര്യമുണ്ടായില്ല. പിൽക്കാലത്ത് പാപഭേദങ്ങളുടെ പ്രൊഫസർ എന്ന പേരിൽ പ്രശസ്തി നേടിയ നാരായണമേനോൻ 20ാമത്തെ വയസ്സിൽ ചെയ്തു വെച്ച ഒരു സാഹസ വൃത്തത്തെ പറ്റി നിങ്ങൾക്ക് കേൾക്കണം. 1956 തൃശൂർ ആസ്ഥാനമായി നവോദയം
പേരിൽ ഒരു മാസിക അദ്ദേഹം തനിച്ച് സ്ഥാപിച്ച് നടത്താൻ തുടങ്ങി. പത്രാധിപരും നാരായണമേനോൻ തന്നെ സമൂഹത്തിലെ പാഠഭേദങ്ങളെ അന്നേ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്ന മേനോൻ തന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കുന്നതിന് ഒരു മാധ്യമം കൈവശമിരിക്കട്ടെ എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. എന്നാൽ കേരള സ്വാധീനത്തിൽ പുറത്തിറങ്ങിയ 3-ാം ലക്കത്തിനപ്പുറം അതിന് ആയുസ്സുണ്ടായില്ല. അനാഗതശ്മശുവായ ഒരു പത്രാധിപർ മറ്റൊരു കേന്ദ്രത്തിൽ നിന്നും ഒരു സഹായവുമില്ലാതെ ഒറ്റയ്ക്ക് സ്വന്തം ഉത്സാഹവും നിശ്ചയദാർഢ്യവും മാത്രം കൈമുതലായി തുടങ്ങിവെച്ച സംരംഭം അതിനപ്പുറം ജീവിക്കാതല്ലേ അത്ഭുതത്തിന് അവകാശമുള്ളൂ. തൃശ്ശൂരിന് പടിഞ്ഞാറ് പുത്തൻപീടിക എന്ന സ്ഥലത്തെ ഒരു പ്രസിൽ അച്ചടിച്ച മാസികയുടെ പ്രൂഫ് നോക്കാനും മറ്റുമായി നാരായണമേനോൻ തൃശ്ശൂർ നടുവിലാറിൽ നിന്ന് സൈക്കിൾ പ്രമേറി പുത്തൻപീടിക വരെ യാത്ര ചെയ്തു പോയിരുന്ന കഥകൾ അദ്ദേഹം വിവരിക്കുന്നത് അത്ഭുതം കൊണ്ട് വിളർന്ന മെഴികളോടെ ഞങ്ങൾ കേട്ടിരുന്നിട്ടുണ്ട്. പരിചയപ്പെടുന്നവർക്കാർക്കും മറക്കാൻ കഴിയാത്ത വിധം ആകർഷകമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മേനോൻ. വിനയാദ്രവും മാന്യവും സൗമ്യവുമായ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ആരെയും ആകർഷിക്കും. നാരായണമേനോന്റെ അച്ഛൻ ഗോപാലമേനോനെ ഞാൻ ഓർക്കുന്നു. ഷീറ്റ് കളിച്ച് രസം കൊണ്ടിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ പറ്റില്ല, നാളെ വർക്കിംഗ് ഡേ ആണ്, കുട്ടികളുടെ മുമ്പിൽ ഉറക്കസ്ഥലവോടെ എന്ന് നേരം കളയാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് എണീറ്റു പോകാവുന്ന 100% ആത്മാർത്ഥതയുടെ നിറകുടമായ ആ പ്രൈമറി സ്കൂൾ അധ്യാപകർ നാട്ടുകാരുടെയൊക്കെ ആരാധനാപാത്രമായിരുന്നു. ഇന്നിപ്പോൾ ആ പരേതാത്മാവ് തന്റെ മകനെ ശിഷ്യഗണങ്ങളും സുഹൃത്തുക്കളും കൂടിയും ആദരിക്കാൻ ഒരുക്കിയിരിക്കുന്ന ഈ രംഗം കണ്ട് സ്വർഗത്തിലിരുന്ന് സന്തോഷാശ്രുക്കൾ വർഷിക്കുന്നുണ്ടാകും. നാരായണമേനോനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ സാമാന്യാധികം നീണ്ടുപോയ ഈ അനുഗ്രഹ പ്രകാശനം നൃത്തത്തെ നാരായണ സാറിന്റെ ഗുരുനാഥനിൽ നിന്ന് ഇനി കോഴിക്കൽ കേന്ദ്ര സാറിന്റെ ഗുരുനാഥൻ പി ചന്ദ്രശേഖര വാര്യർ സാർ, അദ്ദേഹം 2 വാക്ക് അനുഗ്രഹ ഭാഷണം നടത്തുന്നു. നമസ്കാരം. നിശ്ചയിക്കപ്പെട്ട പ്രോഗ്രാമിൽ ഞാൻ വക്താവല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങി സദസ്സിലിരുന്നത്. തന്നെയല്ല, ഈ ചരിത്ര അല്പം പദമുള്ളവരുണ്ട്. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നവരുടെ വാക്കുകൾ ഇവിടെ ഇരുന്നാൽ കേൾക്കാൻ വയ്യ, അവിടെ ഇരുന്നാൽ കേൾക്കാം. അതാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഇത് മുൻകൂട്ടി പറയാത്ത ഒരു കാര്യത്തിലാണ് ഇപ്പോൾ എന്നെ മറ്റൊരു അനുഗ്രഹ പ്രഭാഷണത്തിന് ക്ഷണിച്ചത്. നാരായണ മേനോൻ എനിക്ക് വളരെ മുമ്പേ തന്നെ പരിചയമുള്ള വ്യക്തിയാണ്. നാരായണ മേനോനും അദ്ദേഹത്തിന്റെ സഹോദരിയും ഒക്കെ പഠിക്കുന്ന കാലത്ത് ഞാനും അധ്യാപകൻ തന്നെയാണല്ലോ. ഞാൻ അവരെയൊക്കെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സംസ്കൃതമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ മലയാള അധ്യാപകനായി ദീർഘകാലം ജീവിച്ചതെങ്കിലും ചെറുപ്പത്തിൽ പഠിച്ചത് സംസ്കൃതമായതുകൊണ്ട് അവരെ സംസ്കൃതം പഠിപ്പിക്കാനാണ് കഴിയാറ്. സംസ്കൃതം പഠിക്കാത്ത മലയാള വിദ്വാൻ എന്ന് പറയുന്നത് അർത്ഥമില്ലെന്നാണ് എന്റെ വിചാരം. കാരണം സംസ്കൃതം ആ വിധത്തിൽ ഇന്ത്യയിലെ
മിക്ക ഭാഷകളുടെയും പോഷകഭാഷയായിട്ടാണ് ഇന്നും നിൽക്കുന്നത്. ബഹിഷ്കരിക്കാൻ കൂടുതൽ താല്പര്യം തമിഴർക്കാണ്, ഉത്തരേന്ത്യക്കാർക്ക് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഞാൻ സംസ്കൃതവും പഠിച്ചിട്ടുണ്ട് എന്നും പഠിപ്പിക്കുന്നുണ്ട് എന്നും അറിയിക്കാൻ മാത്രമാണ്. ആ പഠിപ്പിക്കൽ ഇന്നും തുടരുന്നുണ്ട് കേട്ടോ. വയസ്സ് 93 ആയി എങ്കിലും സംസ്കൃതം പഠിപ്പിക്കൽ അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും കുട്ടികൾ വന്ന് പഠിച്ചു പോകുന്നുണ്ട്. നാരായണ മേനോനെ കുറിച്ച് പറഞ്ഞാൽ അത്യുത്സാഹി, ബുദ്ധിമാൻ, പ്രയത്നശാലി, ഇംഗ്ലീഷിലൊക്കെ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയാറുണ്ടല്ലോ. ആ വിധത്തിൽ ഒരു അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഞങ്ങളോട് ചെറുപ്പത്തിൽ പരിചയപ്പെട്ടു എങ്കിലും ഇടക്കാലത്ത് അദ്ദേഹം ജീവിച്ചത് ഞാൻ ജീവിച്ചതിന്റെ അടുക്കലല്ലാത്തതുകൊണ്ട് നിത്യപരിചയം ഉണ്ടായില്ല. എങ്കിലും കൂടെ കൂടെ തമ്മിൽ കാണും, വിശേഷങ്ങൾ അറിയിക്കും. അത്രേ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ വിധത്തിൽ ഒരു രംഗം ഉണ്ടാകുമെന്ന് ഇതിന്റെ നോട്ടീസും ഒക്കെ അയച്ചു തന്നപ്പോഴാണ് മനസ്സിലായത്. അത് മുൻകൂട്ടി അറിയാത്തതാണ്. ഈ വാക്കുകൾ തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഉണ്ടായതാണ്, നേരത്തെ നിശ്ചയിച്ചതുമല്ല. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇപ്പോൾ സമയം കളയുന്നതിന് ഭംഗിയല്ല. 4 മണിക്ക് എല്ലാ പരിപാടികളും അവസാനിക്കുകയും വേണമല്ലോ. അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾക്കും എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും സമ്പൂർണമായ വിജയവും അതുണ്ടാകാൻ ആവശ്യമായ ഈശ്വര അനുഗ്രഹവും ഉണ്ടാകട്ടെ. വീണ്ടും ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ തമ്മിൽ കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടാകാൻ എന്റെ ആയുസ്സും നീണ്ടു പോയിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അനുഗ്രഹ പ്രഭാഷണം എന്ന ഒരു ദീർഘമായ ഓഡിറ്റർ ജേക്കബിന്റെ അനുഗ്രഹ പ്രഭാഷണം കഴിഞ്ഞു. അദ്ദേഹം എന്റെ ശിഷ്യൻ തന്നെയാണ്. സംക്ഷേപിക്കുവാനല്ലോ. അത് ഇങ്ങനെ ഒരു അവസരം എനിക്കും തന്നതിന് പ്രത്യേകം നന്ദിയും രേഖപ്പെടുത്തി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അടുത്തതായി പുസ്തക പരിചയമാണ്. കോഴിക്കോട് ലിബി പബ്ലിക്കേഷൻസ് ആണ് പാഠഭേദങ്ങളുടെ പ്രൊഫസർ എന്ന ഈ പുസ്തകം പ്രസാദനം ചെയ്തിരിക്കുന്നത്. വളരെ അത്ഭുതകരം എന്ന് തന്നെ പറയാൻ, ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകത്തിന്റെ ഒരുക്കങ്ങൾ നടന്നത്. ഒരുപാട് പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടില്ല. എനിക്ക് പോലും ഒരു വിസ്മയമായിട്ടാണുള്ളത്. കാരണം ഒരു 7-8 ദിവസം കൊണ്ടാണ് ഈ പുസ്തകം ഈ രൂപത്തിൽ ഭംഗിയായി ലിബി പബ്ലിക്കേഷൻസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതിന്റെ ലിബിയുടെ MD ആയ ശ്രീ ലിബി അക്ബറെ നന്ദിപൂർവ്വം ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. പുസ്തക പ്രകാശനത്തിന് ശേഷം പുസ്തകം ഇവിടെ പുറത്ത് ലഭിക്കും. ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും പുസ്തകം വാങ്ങണം എന്ന് ഞങ്ങൾക്ക് പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ഇന്ന് ഈ പുസ്തകം 200 രൂപ വിലയുള്ള ഈ പുസ്തകം 175 രൂപയ്ക്ക് ലഭിക്കും. പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ ശിഷ്യകൂട്ടത്തിലെ ശിഷ്യനായ ശ്രീ ഹിരണ്യനെ ക്ഷണിക്കുന്നു. എന്റെ അടുത്തിരിക്കുന്ന ഞാൻ സ്റ്റുഡന്റ് പറഞ്ഞപ്പോൾ അധികം വിചാരിച്ചത് എന്റെ സ്റ്റുഡന്റ് നാരായണ കണ്ടാൽ നാരായണമാരുടെ പ്രായം തോന്നുന്നതാണ് അധികം പറയും. അപ്പൊ അതുകൊണ്ട് ശരീരത്തിന് എനിക്കതിന് മാത്രം സമപ്രായം വിചാരിക്കുന്നുണ്ട്. എന്തായാലും അച്ഛനന്മാരുടെ സുഹൃത്താണ്. പ്രവർത്തക
ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ പുസ്തകപ്രകാശന ചടങ്ങിൽ ഒരിക്കലും പങ്കെടുത്തില്ലാന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. ആ പ്രതിജ്ഞ ലംഘനമാണത്. കാരണം സാഹിത്യക്കാർക്ക് ഇപ്പോൾ ദിവസവും അത് പുസ്തകപ്രകാശനം ഏതെങ്കിലും കവിയല്ല അവിടെ തന്നെ പ്രത്യേകിച്ച പുസ്തകം വലിയ ഫ്ലക്സ് ബോർഡൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യമൊക്കെ കവി കളിക്കുന്നത് ഫ്ലക്സ് ബോർഡ് കാണുന്നത് ഞാൻ കവിയത്തില്ല. ഇപ്പൊ ഇന്നത്തെ UGC പ്രൊഫസർമാർക്കൊക്കെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത പുസ്തകമാണ്. ഇപ്പൊ പാർട്ടി പ്രവർത്തനം ഏതെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പണി കേരളത്തിലെ സാഹിത്യ പ്രവർത്തനവും പുസ്തക പ്രസാധനവും ഏതെന്റ് മാനേജ്മെന്റാണ്. നമ്മൾ അതിനെ എടുത്താൽ മതി എല്ലാം മാറ്റിക്കൊള്ളും. പുസ്തകം പ്രത്യേകിച്ചും ഫ്ലക്സ് ബോർഡ് വയ്ക്കും. പുസ്തക പ്രകാശനത്തിന് ആളെ കുട്ടികൾ വരും. വൈശാഖന്മാർക്കുള്ള സ്ഥിരം ഉദ്ഘാടനം പുസ്തകത്തിലാണ്. നാളത്തെ ഒരു പരിപാടി ഞാൻ ഇത്തരം കണ്ടു മടുത്ത് സാഹിത്യക്കാരന് ഇനി ഒറ്റ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കില്ല എന്ന് ഞാൻ കുറച്ചു കാലം മുമ്പ് മനസ്സിൽ വിചാരിച്ചിരുന്നു. ആ ഒരു വിചാരത്തിന്റെ ഒരു പ്രതിജ്ഞ ലംഘനമാണ് ഇന്ന് പോയി പങ്കെടുക്കാൻ കാരണമുണ്ട്. ഞാൻ എന്റെ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുസ്തകം ഇതുവരെ പുസ്തകം എഴുതിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ആദരിക്കുന്നത്. ഈ 76 വയസ്സിനുള്ള അദ്ദേഹത്തിന് എത്രയോ പുസ്തകങ്ങൾ തന്നെ നടത്താമായിരുന്നു. ഈ സാഹിത്യക്കാരിൽ പുസ്തക പ്രകാശനം നടത്താമായിരുന്നു. വൈദ്യമായിട്ട് പ്രകാശനം ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ 76 വയസ്സിനുള്ളിൽ നാരായണമേനമാർക്ക് ഒറ്റ പുസ്തകവും പ്രകാശനം ചെയ്തിട്ടില്ല എന്ന കാര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് ആദരവ് പുലർത്തുന്നത്. കാരണം കേരളത്തിലെ എല്ലാ UGC പ്രൊഫസർമാരും ഇന്ന് പുസ്തകം കൂടിയാണ്. എല്ലാ സ്ത്രീ പ്രൊഫസർമാരും കവിയത്രികളായിട്ട് മാറിയിരിക്കുന്നു. ഇതവരുടെ പുസ്തകം കൂടി. അതിന്റെ വലിയ ഫ്ലക്സ് ബോർഡുകൾ നമ്മുടെ ഗ്രൗണ്ടിലിരിക്കുന്നതാണ്. പാർലമെന്റിലെ കവിയത്തിന്റെ ഫോട്ടോ പുസ്തക പ്രകാശനമാണ്. ഞാൻ നമ്മൾ ഇങ്ങനെ കവിയിക്കുന്നു. പാർലമെന്റിൽ അമ്മയ്ക്കെടുത്തത് ഇങ്ങനെ കവിയിട്ട് ചേർക്കുന്നത്. ഇപ്പൊ തൃശ്ശൂരിലെ കോളേജ് പ്രവർത്തകന്മാരുടെയും അതുപോലെ തന്നെ കോളേജ് അധ്യാപകരുടെയും ഒക്കെ ഒരു പുസ്തക പ്രകാശന ആഭാസ അശ്ലീല സ്ഥലമാണ് സാഹിത്യകവിയെ പറയുന്നത്. കാര്യം പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇതുവരെ പുസ്തകം നടക്കാത്ത ഇതുവരെ പുസ്തകം പ്രകാശനം നടത്താത്ത നാരായണന്മാർക്ക് അദ്ദേഹത്തിന്റെ കുട്ടികളുടെ പുസ്തകം അബ്ദുൽ പോലെയും PK പോലുള്ള വ്യക്തികൾ ചേർന്ന് നടത്തുകയാണ്. പുസ്തകത്തിന്റെ പേര് പാഠകൻ എന്ന പ്രൊഫസർ AK അബ്ദുൽ ഹക്കീം 2006 മെയ് മാതൃഭൂമിയായിട്ട് നടത്തിയ ഇന്റർവ്യൂവിന്റെ പേരാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. പി നാരായണൻ പാഠകൻ എന്ന പ്രൊഫസർ. എങ്ങനെയാണ് പുസ്തകം പരിചയപ്പെട്ടതെന്ന് അറിയില്ല. ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ള ഇന്ന് മലയാളത്തിലെ വായനക്കാരുടെ പരിചയനായിട്ടുള്ള മാതൃഭൂമിയായിട്ടുള്ള വായനക്കാർക്ക് വളരെ പരിചയനായിട്ടുള്ള ഡോക്ടർ PK കലയാണ്. അദ്ദേഹം മലയാള സാഹിത്യത്തെ വളരെ യാതൊരു ദുർഗ്രഹതയും ഇല്ലാതെ മലയാള വായനക്കാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 1900 അദ്ദേഹത്തിന്റെ ലേഖനത്തിന് അവാർഡ് ഇന്ത്യ അധിമാനത്തിന്റെ അവതാരിക മുഖവരി എഴുതിയിട്ടുണ്ട്. ഡോക്ടർ PK നിങ്ങൾക്ക് PK എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കവർ വരച്ചിട്ടുള്ളത് സുജിത് പുതുക്കുടി എന്ന ഒരു ചിത്രകാരനാണ് കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളടക്കം ആദ്യത്തെ 1ാം ഭാഗം ഗുരുവും സുഹൃത്തും എന്ന തലക്കെട്ടിൽ ഉള്ളടക്കമാണ്. ആദ്യം ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ആക്ടിവിസ്റ്റായിട്ടുള്ള നാരായണനെ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആക്ടിവിസ്റ്റിന്റെ കടന്നുവരവ് അതിൽ പ്രധാനപ്പെട്ട ലേഖനം തിരിച്ചറിഞ്ഞാണ് പാഠഭേദക്കാർക്ക് മേനോന്മാർ. നാരായണന്മാർക്ക് റിട്ടയർ ചെയ്തതിനു ശേഷമാണ് ഒരു ആക്ടിവിസ്റ്റായിട്ട് മാറുന്നത്. എന്നെ കുറെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹം ആക്ടിവിസ്റ്റായിട്ട് മാറുന്നു. അന്ന് ഞാൻ ആക്ടിവിസ്റ്റായി. ഞാൻ ജോലി കിട്ടിയപ്പോൾ ആക്ടിവിസ്റ്റ് അല്ലായിരുന്നു. മേനോന്മാർക്ക് ആക്ടിവിസ്റ്റ് ആയപ്പോൾ ഞാൻ ആക്ടിവിസ്റ്റ് മാറി. ഞാൻ വീട്ടിനകത്തേക്ക് പോയി. അങ്ങനെ മാറ്റമുണ്ട് ഈ ഞങ്ങൾ തമ്മിൽ. ഞാൻ വളരെ ആക്ടിവിസ്റ്റായിരുന്നു പഠിക്കുന്ന. ഞാൻ അതിന് മേനോന്മാർക്കായി കോളേജിലെ ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കാൻ ശ്രമിച്ചിട്ട് വളരെ പരാജയപ്പെട്ട
ബുദ്ധിമുട്ടി ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട് മാത്രമേ ഞാൻ നോക്കുന്നു. ഞാൻ എന്നെ നിർബന്ധമായിരുന്നു. അവിടുത്തെ സാധാരണ സ്ഥിരം പ്രാതിനിധ്യത്തിൽ കേരള കോളേജിലെ മലയാളം പ്രൊഫസർമാർക്ക് അതിന് ജോലിയുണ്ട്, പ്രസംഗം. അപ്പൊ അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരാളെ ഒരു സ്റ്റേജ് കയറ്റണമെന്ന് ആഗ്രഹിക്കുക. ഞാൻ കുട്ടിക്ക് സമ്മാനം മരിച്ചപ്പോൾ 1973 മലയാള സമാജത്തിന്റെ ആഗ്രഹത്തിൽ ഞാൻ മാലാ സംഭവത്തിൽ നടത്തി. അന്ന് എന്റെ ഓർമ്മയിൽ പി നാരായണമായിട്ട് ആദ്യമായിട്ട് അരങ്ങത്ത് വന്ന് സ്റ്റേജിൽ വന്ന് കേരള കോളേജിൽ വളരെ ഗംഭീരമായ പ്രസംഗം കുട്ടിക്ക് സമാജത്തെ കുറിച്ച് നടത്തി. ആ യോഗത്തെ ഉദ്ഘാടനം ചെയ്യാൻ വളരെ അധികം പ്രസംഗിക്കാൻ തൃശ്ശൂരിൽ ആദ്യമായിട്ടാണ് പ്രസംഗിക്കാൻ പോകുന്നത്. അധികം പ്രസംഗിക്കാറായിരുന്നു 82 മരിച്ച ഡോക്ടർ കെ എൻ ജോസഫ്. ഞാൻ കാത്തിട്ടുള്ളൂ. അദ്ദേഹം തിരികെ വാങ്ങിയിട്ട് കാറില്ല, അദ്ദേഹം ബസ്സിൽ വന്നു. എന്നോട് ഇഷ്ടമല്ല, കുട്ടിക്കിഷ്ടന്മാരായിട്ടുള്ള ആഗ്രഹം വേണം. സ്വന്തം തരയിൽ അദ്ദേഹം വന്ന് മാരാരെ കുറിച്ച് അനുസ്മരണ പ്രവർത്തനം നടത്തി. കെ എൻ ജോസഫിന് അന്ന് മലയാള സമാജത്തിന്റെ മീറ്റിംഗിൽ ആണ് പി നാരായണൻ ഗൗരവഗംഭീരമായ ഒരു പ്രസംഗത്തിന്റെ ഈ വ്യത്യസ്തമായ ഒരു മാലാ പ്രഭാഷണം നാരായണൻ നടത്തുന്നു. അപ്പൊ അങ്ങനെ ആ ഓർമ്മ ഞാൻ എന്റെ ഈ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ മരണയിൽ ഞാൻ പി നാരായണ മാഷെ പറ്റി മാത്രമേ വീരദാസൻ എന്നോട് നല്ലൊരു വാക്ക് പറഞ്ഞിട്ടില്ല അവിടുത്തെ അധ്യാപകരെ പറ്റി. ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാനും അങ്ങനെ തന്നെയല്ലേ വിചാരിക്കുന്നുണ്ട്. രഹസ്യമായിട്ട് മറ്റുള്ളവരെ കാണുമ്പോൾ നല്ല അഭിപ്രായക്കാർക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നു. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നാരായണന്മാർക്ക് തന്നെയാണ് അധ്യാപകൻ അറിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു, ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഭാഗ്യത്തിന് ഞാൻ അല്ലാതെ ആരുടെ ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഞാൻ അന്നൊരു SFI നേതാവായതുകൊണ്ട്, അതുപോലെ തന്നെ ഈ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് നാരായണന്മാർക്ക് അധികം കയറിയിട്ടില്ല. കയറിയ ക്ലാസ്സിൽ ചിന്താവിഷയത്തിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ജീവിതത്തിന്റെ വലിയ അർത്ഥതലങ്ങളധികം ആ ചിന്താവിഷയത്തിൽ നിർത്തേണ്ടതും എനിക്ക് പറഞ്ഞു തരികയില്ല. അതാണ് ഞാൻ എന്റെ ലേഖനത്തിന് കെട്ടിക്കാണിച്ചിട്ടുള്ളത്. അതുപോലെ സദ്ഗുരു, വ്യഥപോലെ അതുപോലുന്ന സദ്ഗുരുവും അല്ലെ എന്നാണ് ചിന്താവിഷയത്തിൽ പറയുന്നത്. അതുപോലെ ഞാൻ അതൊന്ന് എടുത്തൊരു വാക്കാണ് എനിക്ക് ഈ ലേഖനത്തിന്റെ ഹെഡിങ്ങായിട്ട് അതുപോലെ സദ്ഗുരു എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ അക്ബർ കബീറിന്റെ അവിടെ 1 വർഷം പഠിച്ചിട്ട് കേരളമായി. രണ്ടാമത്തെ തലശ്ശേരിയിൽ പോയി. ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഏറ്റവും താഴമായി മാറിയ എഴുത്തുകാരൻ അക്ബർ കബീർ. അക്ബർ കബീറിനെ കുറിച്ച് ഒരു തമാശ മാസ്റ്റർ അബ്ദുൽ ഹക്കീമായിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഹക്കീമിന്റെ ചോദ്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം എനിക്കതാണ്. ആ ചോദ്യം നമ്മൾ വായിക്കാം. കക്കട്ടിന് വേണ്ടി കട്ടിലൊഴുകി കൊടുക്കണമെന്ന് ശിഷ്യനെതിരെ പാഠപഠനത്തിൽ എഴുതിയ ഓർമ്മയും എന്ന് അബ്ദുൽ ഹക്കീം ചോദിക്കുന്നു. ആരോട്? മേനമഹൻ മറുപടി പറയണം. പുതിയ എഴുത്തുകാർക്ക് വേണ്ടി കാരണമായി ഇനിയെങ്കിലും എഴുത്തു നിർത്തണമെന്നായിരുന്നു അക്ബർ കക്കട്ടിന്റെ പ്രസംഗം. പൊതുവെയുള്ളവരാണെങ്കിൽ അവർക്കുള്ള സ്ഥാനം സാഹിത്യലോകത്ത് ഉണ്ടാകുമെന്നും അതിനുവേണ്ടി നിലവിലുള്ളവരാരും കട്ടിലൊഴുകി കൊടുക്കേണ്ടതില്ലെന്നുമാണ് ഞങ്ങൾ എഴുതിയത്. യോജിക്കാനാവാത്ത കാര്യം ആര് പറഞ്ഞാലും അത് പത്രാധിപരുടെ പ്രീതിഷ്യനായിരുന്നു പ്രതികരിക്കുന്നുണ്ടായിരുന്നു പാഠകർ നൽകി. പത്രാധിപരുടെ പ്രീതിഷ്യനായ കക്കട്ടെ ഇതിന്റെ വിമർശിക്കാനുള്ളൊരു അധികം കാട്ടിയിരുന്നു പാടുകൾ. അങ്ങനെ മുഖം നോക്കാനില്ല വിമർശനം. കഠിനമായ കാര്യം വിമർശിക്കാറില്ലായിരുന്നു. മറ്റൊരു സൗമ്യവാദിയായിട്ടുള്ള സൗമ്യനായ വിമർശനം, ആരും വേദനിപ്പിക്കുന്ന വിമർശനം നടത്താറ്. അതിനൊക്കെ കാരണം പറയുന്നത് അരിക്കോട് സാറിനെ പറ്റിയിട്ടുള്ള വലിയ അഭിപ്രായം. അദ്ദേഹം അരിക്കോട് സാറിനെ ശിഷ്യന്മാരെ അടിച്ചു പഠിപ്പിക്കണം, ശിഷ്യന്റെ കവിളത്ത് അടിക്കണം, എന്നാലും നന്നാവുന്നവരോട് പറഞ്ഞു. അപ്പൊ അതിന് മേനമാഷ് പറയുന്നത് കവിളത്ത് പോയിട്ട് ശിഷ്യനെ ചെറിയൊരു കുറ്റവും ശിഷ്യന് ചെറിയൊരു മർദ്ദനം പോലും ശിക്ഷ പോലും കൊടുക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഈ അരിക്കോട്. ശിഷ്യനെ ശിഷ്യന്മാരെ ഒരിക്കലും വേദനിപ്പിക്കാറില്ല, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സൗമ്യമായി തിരിയാണ്. എനിക്കറിയാം കോളേജിലെ അധ്യാപകർ ഒരിക്കലൊരു പ്രകടനപ്പെടാത്ത അധ്യാപകനാണ്. ആത്മപ്രശംസ ക്ലാസ്സുകളൊന്നും ഒരിക്കലും നടത്താറില്ല. എന്നെ പഠിപ്പിക്കുന്ന മറ്റു അധ്യാപകർക്ക് സ്വന്തം പുസ്തകങ്ങളുടെ കാര്യമൊക്കെ പറയും. അവരെഴുതിയ ലേഖനങ്ങൾ. ഒരു അധ്യാപകൻ പറഞ്ഞിട്ട് അയാൾ വീട് വയ്ക്കണം, ആ വീടിന് 32 മുറികളുള്ളൂ. ഇപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹം 68 പുസ്തകം കണ്ടി 1910 അദ്ദേഹത്തിന്റെ 70-ാം ജന്മദിനമാണ്. അപ്പോഴേക്ക് 70 പുസ്തകം എത്തണമെന്ന് പറയും.
70 പുസ്തകങ്ങൾ തപ്പതി ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു അധ്യാപകൻ അവിടെയുണ്ട്. അദ്ദേഹം പ്രൊഫസറാണ്, ഒരു കോമാളി പ്രൊഫസർ, പേര് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആത്മപ്രശംസയും അല്ലെങ്കിൽ കോമാളി എന്നെ പഠിപ്പിച്ച അധ്യാപക ഗുരുവിനെ എനിക്ക് അങ്ങനെ വിളിക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം കോമാളി എന്നെ അങ്ങനെ വിളിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുരുനാഥന്മാരുടെ കാലത്ത് അങ്ങനെയില്ല ഇങ്ങനെയൊരു പുസ്തകം. അപ്പൊ ഇത്തരം ഓർമ്മകളാണ് ഗുരു സുഹൃത്തുന്ന ഭാഗത്ത്. പിന്നെ വീതി കമ്പിയുടെ പ്രശസ്തരായ അഭിമുഖവും ആദ്യ മാസ്റ്റർ അനുഭവവും സംഭാഷണമാണ്. അബ്ദുൽ റഹീമിന്റെ സംഭാഷണമുണ്ട്. പിന്നെ മാസരചനകളാണ്. മാസാധികം രചന നടത്തിയില്ല. ഞാൻ കോളേജിൽ പഠിക്കാൻ വരുമ്പോഴത്ത് പി നാരായണൻ MA എന്ന പേരിൽ അതിനു മുമ്പ് 68 ഞാൻ ലേഖനം അതിന്റെ വായിക്കുന്നു. ആ ലേഖനം നന്ദിയും പൊരുളയും 1968 മെയിൽ മാതൃകയായിട്ടുള്ള ലേഖനമാണ്. അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. വേണമായിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ അദ്ദേഹം എഴുതിയ ലേഖനമാണ് മാതൃകയായിട്ട്. അതുകൊണ്ട് തന്നെ വലിയ ബഹുമാനമായി ഈ നന്ദിയും പൊരുളയും എന്ന ലേഖനം വാസ്തവത്തിൽ വളരെ രസകരമായ ലേഖനമാണ്. ചരിത്രഭാഗങ്ങൾ മധ്യകാല 2 കവികളുടെ പശ്ചാത്തലത്തിൽ ദേശചരിത്രവും അതിന്റെ ഈ നാട്ടുചരിത്രമെന്ന ലേഖനം നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഒരു വലിയ ഏരിയയാണ്. വാസ്തവത്തിൽ ഡോക്ടറേറ്റ് ഇല്ലാത്തൊരു പ്രവർത്തനമാണ്. കേരളത്തിൽ മലയാളം അധ്യാപകർ എഴുതി വെച്ചിട്ടുള്ള ഡോക്ടർ പ്രബന്ധങ്ങളും അസംബന്ധങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തിരിവരും. വാസ്തവത്തിൽ ആഘോഷത്തിൽ നാരായണൻ ഡോക്ടറേറ്റ് കൊടുക്കാൻ മതി. ഈ ലേഖനത്തിൽ ഈ ഒറ്റ ലേഖനം മതി. നന്ദിയും പൊരുളയും എന്ന ലേഖനം മാത്രം മതി. 1968 മാതൃകയായിരുന്നതിലെ 1-ാം പേജിൽ പ്രത്യേകിച്ച ഈ ലേഖനം മാത്രം മതി നാരായണമേനോന്മാർക്ക് ഡോക്ടറേറ്റ് കൊടുത്ത് ആദരിക്കാൻ. അതിനാൽ പ്രൊഫസർ നാരായണമേനോനെ ആ ലേഖനത്തിന് പേരിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് എങ്കിൽ ഞാൻ ഡോക്ടർ പി നാരായണൻ എന്ന് വിളിച്ച് ആദരിക്കും. പുസ്തക പ്രകാശനമാണ് ഡോക്ടർ സതീജ മുണ്ടാസ്ത്രീയും അത് ഏറ്റുവാങ്ങുവാൻ സാറിന്റെ പ്രിയ ഇന്നിവിടെ ആദരിക്കപ്പെടുകയും പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയായ ശ്രീ നാരായണൻ സാർ, വേദിയിലിരിക്കുന്ന മറ്റ് എഴുത്തുകാരെ, സാംസ്കാരിക പ്രവർത്തകരെ, സദസ്സിലെ വിശിഷ്ട വ്യക്തികളെ, ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ശിഷ്യരാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള, വളരെ കാലമായിട്ട് കൂടെ പ്രവർത്തിച്ചിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരാണെന്നുള്ളത്. അദ്ദേഹത്തിന്റെ തന്നെ ഗുരുക്കന്മാർ, ഗുരുവിന്റെ ഗുരു ഒക്കെ അടങ്ങിയ ഈ വലിയ സദസ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ഒരു പരദേശി. വളരെയധികം സന്തോഷമുണ്ട്, അല്ലെങ്കിൽ വളരെയധികം അഭിമാനമുണ്ട്. ഇങ്ങനെയുള്ളൊരു സംഘത്തിൽ എനിക്ക് കൂടി ഒരു പ്രവേശനം കിട്ടിയത് വളരെയധികം ആഹ്ലാദമുണ്ട്. പാഠഭേദത്തിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. പാഠഭേദം വായിക്കാറുണ്ട്, പാഠഭേദം സംഘാംഗങ്ങളെ പരിചയമുണ്ട്. എന്നിട്ടും ശ്രീ നാരായണൻ സാറിനെ പറ്റി കാര്യമായി ഒന്നും വാസ്തവത്തിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് ഞാനിവിടെ വളരെ സങ്കടത്തോടുകൂടി തന്നെ സമ്മതിക്കുന്നു. അപ്പത്തട്ടിൽ തന്നെ ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീടിനെ പറ്റി എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അക്ബർ പറഞ്ഞു, ഞാൻ പുസ്തകം എത്തിച്ചു തരാം. പുസ്തകം എന്നിട്ട് എത്താതായിട്ട് എനിക്ക് ബേജാറായി തുടങ്ങി. ഇടക്കിടക്ക് അക്ബറിനെ വിളിക്കും, പുസ്തകം വന്നില്ല. കുഴപ്പമില്ല, പുസ്തകം എത്തിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തന്നോളൂ എന്ന് അക്ബർ പറയുകയുണ്ടായി. ഇന്ന് 2 ദിവസം മുമ്പാണ് എനിക്ക് പുസ്തകം കിട്ടിയത്. എന്നിട്ടും പൂർണ്ണമായിട്ടൊന്നും വായിക്കാൻ സാധിച്ചിട്ടില്ല, നമ്മുടെ മറ്റു തിരക്കുകളൊക്കെ കാരണം. ഞാനൊരു അധ്യാപികയാണ്, ഡോക്ടർ അധ്യാപികയായതുകൊണ്ട് ക്ലാസ് എടുക്കാനൊക്കെയുള്ള തിരക്കുകൊണ്ട് പുസ്തകം മര്യാദക്ക് വായിക്കാനൊന്നും സാധിച്ചില്ലെങ്കിൽ ഒരു ടീച്ചറുടെ ദൃഷ്ടിയോടെ ഞാൻ സൂത്രത്തിലൊന്ന് ലേഖനങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് വാസ്തവത്തിൽ എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയുന്നതിലെ സാങ്കത്യം അല്ലെങ്കിൽ അതിലെ അപാകത എനിക്ക് മനസ്സിലായത് ആ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോഴാണ്.
പല തരത്തിലാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച ദീർഘകാലമായിട്ട് നിറകുടങ്ങൾ എന്ന് തന്നെ ഞാൻ വിളിക്കുന്ന വ്യക്തിത്വങ്ങൾ. അതിൽ അദ്ദേഹത്തിന്റെ നിറകുടം കുറുമ്പാടില്ല എന്ന് ഒരു കൂടെ പ്രവർത്തിച്ച ആരാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരാൾ പറയുന്നത്. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ അത്തരത്തിലുള്ളവരാണെന്ന് എനിക്കറിയാം. അക്കൂട്ടത്തിൽ ഒരുപക്ഷെ ഇതും വേറൊരു വ്യക്തി പറഞ്ഞു തന്നെയാണ്, കുടത്തിനുള്ളിലെ വിളക്ക് പോലെ അദ്ദേഹം കഴിഞ്ഞുകൂടിയാണ്. ഒരു വിളക്കുമാടമായി പലർക്കും പ്രകാശം ചൊരിയാൻ കഴിയുമായിരുന്ന ഒരു വ്യക്തി മനഃപൂർവ്വം ഒരു കുടത്തിനുള്ളിൽ ഒരു മഞ്ചിരാത് പോലെ ഒളിച്ചിരുന്ന് ചുറ്റുമുള്ള കുറച്ചു പേർക്ക് മാത്രം, ഞങ്ങൾക്ക് മാത്രം പ്രകാശം തന്നെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി, അതായത് കോവിലൻ പറഞ്ഞൊരു വാചകമുണ്ട്, എഴുത്തിന്റെ മർമ്മം അറിഞ്ഞിട്ടും എഴുത്തിനെ വിറ്റ് കാശാക്കാതിരുന്ന വ്യക്തി. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചവരും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളായ അക്ബർ അടക്കം, അക്ബർ പറയുന്നുണ്ട് വളരെ പക്വമതിയായ ഭിഷണാശാലിയായ ആ ഗുരുവിൽ വളരെ നിഷ്കളങ്കനായ ഒരു ബാലനും കൂടി ഉണ്ട് എന്നുള്ളത് അത് ഞാൻ കണ്ടെത്തി എന്നുള്ളതിൽ വളരെയധികം ആഹ്ലാദം അക്ബർ പറയുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല.